കോളിളക്കം സൃഷ്ടിച്ച ഷാബാനു ബീഗം കേസ് സിനിമയാകുന്നു. ദേശീയ അവാർഡ് ജേതാവായ സംവിധായകൻ സുബർനെസ് വർമ്മയാണ് ഷാബാനു ബീഗം കേസിനെ ആസ്പദമാക്കി ഒരു കാർട്ടൂൺ ഡ്രാമ ഒരുക്കുന്നത്. സംവിധാനത്തിന് പുറമെ ഈ ചിത്രത്തിനായി തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും സുബർനെസ് വർമ്മയാണ്. സിനിമയുടെ തിരക്കഥ പൂർത്തിയായതായാണ് വിവരം. എന്നാൽ അഭിനേതാക്കളെയും മറ്റ് അണിയറ പ്രവർത്തകരെയും തീരുമാനിച്ചിട്ടില്ല. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഈ ചിത്രം. അതേസമയം ഷാബാനു ബീഗത്തിന്റെ കേസ് പ്രതിപാദിക്കുന്ന ഒരു സിനിമ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് ഏറെ പ്രധാനമാണെന്ന് നിർമ്മാതാക്കൾക്ക് ഉറപ്പുണ്ടെന്ന് സംവിധായകൻ പറയുന്നു. സ്ത്രീ ശാക്തീകരണം പ്രദർശിപ്പിക്കുന്നതാണ് ഈ ചിത്രമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഒരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്ന കേസ് കൂടിയാണ് ഷാബാനു ബീഗം കേസ് എന്നറിയപ്പെടുന്ന അഹമ്മദ് ഖാൻ കേസ്. 1984 ഷാബാനു ബീഗം കേസിലാണ് ഭോപ്പാലിൽ നിന്നുള്ള 60-കാരി ഷാബാനു തന്റെ മുൻ ഭർത്താവ് മുഹമ്മദ് ഖാനിൽ നിന്ന് താൻ പുനർവിവാഹിതയാകുന്നതുവരെ ജീവനാംശം തേടിയാണ് കോടതിയിലെത്തിയത്. മധ്യപ്രദേശ് ഹൈക്കോടതി അവർക്ക് അനുകൂലമായി വിധിച്ചു. മുഹമ്മദ് ഖാൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് ഷാബാനുവിന്റെ ആവശ്യം നിലനിൽക്കുന്നതല്ലെന്ന് വാദിച്ചു. എന്നാൽ പുനർവിവാഹിതയാകുന്നതുവരെ സ്ത്രീക്ക് ജീവനാംശത്തിന് അർഹതയുണ്ടെന്ന് വ്യക്തമാക്കുന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരമാണ് സുപ്രീം കോടതി വിധിയെഴുതിയത്. ഏകീകൃത സിവിൽ കോഡ് ദേശീയോദ്ഗ്രഥനത്തെ പരിപോഷിപ്പിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പറഞ്ഞു വെക്കുകയും ചെയ്തു. തികച്ചും ഭരണഘടനാ വിരുദ്ധമായ നടപടിയായിരുന്നു അത്. ഈ വിധിക്കെതിരെ രാജ്യത്താകമാനം വൻ പ്രതിഷേധമുയർന്നു. ശരീഅത്ത് നിയമങ്ങൾ സംരക്ഷിക്കാനുള്ള ചിന്തകളും സംവാദങ്ങളും എഴുത്തുകളും നിറഞ്ഞു കവിഞ്ഞു. യോജിച്ച ചെറുത്തുനിൽപ്പാണ് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നത്. മതസ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തി നിയമങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് വിധിയെന്നാണ് വിലയിരുത്തപ്പെട്ടത്. ഇതിന്റെ ഭാഗമായി ഭരണഘടനയുടെ യഥാർത്ഥ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്നതിനായി അന്നത്തെ രാജീവ് ഗാന്ധി സർക്കാർ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് പാസാക്കി. ഈ നിയമം CRCP 125 വകുപ്പിന്റെ പരിധിയിൽ നിന്ന് മുസ്ലിം പുരുഷനെ ഒഴിവാക്കി. ഈ കാലയളവ് വരെ ജീവനാംശം നൽകണമെന്നും അതുകഴിഞ്ഞ് പുനർവിവാഹിതയാകുന്നില്ലെങ്കിൽ സ്ത്രീയുടെ ബന്ധുക്കൾക്കാണ് ബാധ്യതയെന്നും അവർ അശക്തരെങ്കിൽ വഖഫ് സംവിധാനം ഇക്കാര്യം ഏറ്റെടുക്കണമെന്നും ഈ നിയമം നിഷ്കർഷിക്കുന്നു. CRPC സെക്ഷൻ 125 നിന്ന് മുസ്ലിം പുരുഷനെ മാറ്റി നിർത്തുക വഴി താൽക്കാലികമായി പ്രത്യേക വ്യക്തി നിയമത്തെ സംരക്ഷിക്കുകയെന്ന ഭരണകൂട ദൗത്യമാണ് കേന്ദ്ര സർക്കാർ നിർവഹിച്ചത്. ആർട്ടിക്കിൾ 44 സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് കോടതിയല്ല, ഭരണകൂടമാണെന്ന ഭരണഘടനയുടെ തീർപ്പ് തന്നെയാണ് സർക്കാരിനെ അതിന് നിർബന്ധിതമാക്കിയത്. ഷാബാനു ഒരു പോരാളിയായി സ്ക്രീനിലേക്ക് എത്തുമ്പോൾ പൊരുതി നേടിയ സ്ത്രീയുടെ വിജയക്കൊടി പാറും.